മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഡോണിന്റെ കൂടെയുള്ള രണ്ടാമത്തെ മൂവിയാണ് ഇത് ഫാമിലി എന്ന് പറയുന്നത്. ആദ്യത്തെ 1956 മധ്യ തിരുവിതാംകൂർ എന്നുള്ള മൂവിയായിരുന്നു. സോ ഡോൺ ഒരു പെർഫെക്ഷന്റെ ഒരാളാണ്. നമുക്ക് വേറെ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഓരോ ക്യാരക്ടറും നന്നായിട്ട് അത് പറഞ്ഞു തരികയും കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും ആർട്ടിലായാലും പുള്ളി ഓരോ സീൻ ബൈ സീൻ വന്നിട്ട് ഓരോ ആക്ടറിനെയും കണ്ട് തൃപ്തിപ്പെട്ട ശേഷമാണ് ക്യാമറയുടെ മുന്നിലേക്ക് വരാം. ഭയങ്കര കംഫർട്ടാണ് ഡോണിന്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട്. വളരെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഡോണിനോട് അഭിപ്രായം ചോദിക്കാം. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത മൂവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പിന്നെ ഇത് ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോയതാണ്. IFFK ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഒരു തിയേറ്റർ റിലീസ് വളരെ നല്ല പ്രതികരണമാണ് എല്ലാവരും ഭാഗത്തുനിന്ന് കിട്ടിയത്. സോ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഐ എം സോ ഹാപ്പി. എന്ന് വെച്ചാല് ഇതൊരു എന്താ പറയാ, കംപ്ലീറ്റ്ലി ഇതൊരു വേറെ ഒരു എന്താ പറയാ ഒരു കഥാപാത്രം. അതായത് ഇപ്പൊ ഈ വിനയ് ഫോർട്ടിന്റെ ഒരു കഥാപാത്രം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ആളുടെ ആ ഒരു നേച്ചർ. അപ്പൊ ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണത്. ഓരോ ഫാമിലിയിലും നടക്കുന്ന പല കാര്യങ്ങളും എന്താ പറയാ ആ ഫാമിലിയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് മറച്ചു വെക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊരു തുറന്നു പറച്ചിലും കൂടിയാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തുറന്നു പറച്ചിലാണ് ഈ മൂവി. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു പറയോ, അതായത് 4 സ്ക്രീനിലും ഭയങ്കര നല്ല 4 സിനിമകളാണല്ലോ ഓടുന്നത്. ഞാൻ ഇന്ന് കയറി വന്ന ഉടനെ അതാണ് ചിന്തിച്ചത്. 2024 മലയാളം സിനിമയ്ക്ക് ഭയങ്കര നല്ലൊരു എന്താ പറയാ ഒരു തുടക്കം. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ എത്ര നല്ല സിനിമകളാണ്, നിറഞ്ഞ സദസ്സിലാണ് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതില് ഇതുപോലെ ഫാമിലി പോലെ പാട്ടമാണ് ഞാൻ ഈ വർഷം ചെയ്ത ആദ്യത്തെ സിനിമ. സെക്കൻഡ് ഫിലിം ഫാമിലിയാണ്. ഒരുപാട് സമൂഹത്തിന്റെ എന്താ പറയാ ഒരു നേർക്കാഴ്ച നമ്മൾ റിവ്യൂസിലൊക്കെ കാണുന്നത് അത് തന്നെയാണ്. ഫാമിലി എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിന്റെ അതിന്റെ ഒരു കൺസ്ട്രക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഇപ്പൊ റിലീജിയൻ ആണെങ്കിലും സൊസൈറ്റിയിൽ വരുന്ന നോംസിനെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് റെലവെന്റ് ആയ ഇച്ഛാശക്തിയുള്ള ഒരു കഥ ആണ് ഡോൺ. വീണ്ടും ഡോൺ പാലത്തറ ആസ് എ ഫിലിം മേക്കർ, പുള്ളിയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. ഇറ്റ്സ് സോ നൈസ് ടു ബി വർക്കിംഗ് വിത്ത് ഹിം അഗൈൻ ഇൻ ദിസ് ഫിലിം. ആൻഡ് ഒരുപാട് സന്തോഷം, നിങ്ങൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെയുള്ള സിനിമകൾ ഐ എം ഷുവർ മലയാള പ്രേക്ഷകർ വളരെ ഇവോൾവ് ആയ, ടെക്നിക്കലിയും ഭയങ്കര നോളജ് ഉണ്ട് നമ്മളെ ഓഡിയൻസസിന്. ഐ എം ഷുവർ ദേ വിൽ വാച്ച് ആൻഡ് സപ്പോർട്ട് ദിസ് ഫിലിം. ഒരുപാട് റെലവെന്റ് ആയ ഇന്നത്തെ കാലത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഫാമിലി. ഐ റിയലി ഹോപ്പ് ഇതുപോലെ ഇനിയും നല്ല സിനിമകൾ വരട്ടെ. ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ദ ഗുഡ് ഫിലിംസ് അഹെഡ്. ഞാനിത് രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ഞാൻ IFFK കൊച്ചി മൂവി കണ്ടതാണ്. പക്ഷേ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിന് ഡോണിന്റെ പടങ്ങൾക്ക് പൊതുവേ ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഈ പടം കാണാനുള്ള ഒരു പ്രചോദനം. ഒന്ന് ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിനയ് ഫോർട്ടിന്റെ പെർഫോമൻസ്. വിനയ് ഫോർട്ട് ഇതുവരെ ചെയ്ത ക്യാരക്ടറുകൾ വെച്ചിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ജലീൽ ബാദുഷാന്റെ ക്യാമറ, നമ്മൾ നോർമലി കാണുന്ന ഒരു ഫ്രെയിം റേഷ്യോയോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ റേഷ്യോയിലോ അല്ല ഈ പടം പോകുന്നത്. നോർമലി കാണുന്ന ഒരു ഫ്രെയിമിലോ അല്ല പോകുന്നത്. ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ, അങ്ങനൊരു വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ പടം കാണേണ്ടതുണ്ട്. ഇതുപോലുള്ള ഇൻഡിപെൻഡന്റ് മൂവീസ് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അത് കൂടുതൽ ആളുകൾ കാണും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇത് കാണേണ്ട ഒരു മൂവിയാണ്, ചർച്ച ചെയ്യേണ്ട ഒരു മൂവിയാണ്, ആളുകൾ സംസാരിക്കേണ്ട ഒരു പടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡോണിന്റെ ഏതൊരു പടത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു പ്രതീക്ഷ ഇതിലും തെറ്റിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു വർക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടന്റ് വൈസും മേക്കിംഗ് വൈസും എന്തെങ്കിലും ഒരു പുതുമ വളരെ സെറ്റിലായിട്ടുള്ള വിഷയം സമീപനം അങ്ങനെയാണ്.